ISIയുടെ ബ്ലൂ പ്രിന്റിൽ പ്രവർത്തിച്ചാൽ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ എങ്ങനെ വിജയിക്കും? കോൺഗ്രസ് നേതാവിന്റെ ചോദ്യത്തിന് തക്ക മറുപടി നൽകിക്കൊണ്ട് വായടപ്പിച്ചിരിക്കുകയാണ് BJP. പാർട്ടി ദേശീയ വക്താവും MP-യുമായ സാംബിത് പത്രയാണ് കോൺഗ്രസ് നേതാവായ കുമാർ തേക്കറയുടെ ആരോപണങ്ങൾക്ക് തക്ക മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വരുന്നത്. CIA, മൊസാദ്, ചാര സംഘടനയുടെ ഗൂഢാലോചന മൂലമാണ് പാർട്ടി തോറ്റതെന്ന ആരോപണത്തിനെതിരെയാണ് BJP ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ അജണ്ട ഇന്ത്യയിൽ മുന്നോട്ട് കൊണ്ടുപോയതിനാലാണ് കോൺഗ്രസ് പരാജയപ്പെട്ടതെന്ന് കോൺഗ്രസ് നേതാവ് മറുപടി നൽകുകയാണ് ഉണ്ടായതും. BJPയുടെ വിജയങ്ങൾക്ക് കാരണം വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളല്ല, ജനങ്ങളുടെ പിന്തുണയാണ് എന്നും അദ്ദേഹത്തിന്റെ ആരോപണത്തിനായി തന്നെ മറുപടി നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ BJPയെ വിജയിപ്പിക്കുന്നത് CIO, മൊസാദോ അല്ല, മറിച്ച് ജനങ്ങളാണ്. ദരിദ്രരും കർഷകരും സ്ത്രീകളും യുവാക്കളുമാണ് BJPയെ വിജയിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്കെതിരെ BJP MP രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചതും. നേരത്തെ ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ മുൻ രാജ്യസഭ MP-യായ കുമാർ തേക്കർ ആകട്ടെ 2014 കോൺഗ്രസ് തോറ്റത് US രഹസ്യാന്വേഷണ ഏജൻസിയായ CIA-യും ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദും ഗൂഢാലോചന നടത്തിയത് കൊണ്ടാണ് എന്ന് ആരോപിച്ചാണ് വലിയ കോളടക്കം സൃഷ്ടിച്ചുകൊണ്ടൊരു ആരോപണം വന്നത്. എന്നാൽ ISIയുടെ ബ്ലൂ പ്രിന്റിൽ പ്രവർത്തിക്കുന്ന ബാബറി പുനർനിർമ്മിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന, രാമക്ഷേത്രത്തെ എതിർക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെ പുരോഗമിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ മുൻ കോൺഗ്രസ് രാജ്യസഭ MP-യായ കുമാർ തേക്കർ ആരോപണങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ജനങ്ങളാണ് BJPയെ വിജയിപ്പിക്കുന്നത് എന്നതായിരുന്നു ഇവിടെ വെളിവാകുന്നത്. യാതൊരു തിരഞ്ഞെടുപ്പിൽ പോലും, അതായത് ഇവിടെ നടക്കുന്ന ഏതൊരു തിരഞ്ഞെടുപ്പിൽ പോലും പരാജയപ്പെടുമ്പോഴും കോൺഗ്രസ് ആകട്ടെ സ്വന്തം കഴിവുകേട് മറയ്ക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇത്തരത്തിൽ സ്വന്തം കഴിവുകേട് മറ്റുള്ളവരുടെ തലയിൽ പഴിചാരി പലപ്പോഴും അവിടെ നിന്നും രക്ഷപ്പെടാനും ശ്രമം നടത്താറുണ്ട്. എന്നാൽ ഇത്തവണ അത് സാധിച്ചില്ല എന്നതായിരുന്നു അവരെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. മാത്രമല്ല, കൂറ്റൻ വിജയം കരസ്ഥമാക്കി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തന്നെയാണ് BJP ബീഹാറിലടക്കം വിജയിച്ച് കയറിയത്. ഇനി വരാനിരിക്കുന്ന മിക്ക തിരഞ്ഞെടുപ്പിലും BJPക്ക് തന്നെയാണ് മേൽക്കൈയുള്ളതും. കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ കഴിവുള്ള നേതൃത്വം ഇല്ല എന്ന വിലയിരുത്തൽ അടക്കമാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, നെഹ്റു കുടുംബത്തിൽ ഇനിയൊരു നല്ല നേതാവിനെ ഉദയം കൊടുക്കാൻ തന്നെ തക്കതായ ആരും ആ ഒരു കുടുംബത്തിലില്ല. കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ കഴിവുള്ള നേതൃത്വം ഇനി ഇല്ല എന്ന വിലയിരുത്തൽ അടക്കമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നെഹ്റു കുടുംബത്തിൽ നിന്നും ഇനിയൊരു നല്ല നേതാവിന് ഉദയം കൊടുക്കാൻ പോലും ആ കുടുംബത്തിൽ ആരുമില്ല എന്നതാണ് വാസ്തവം. 10 വർഷത്തിന് മുകളിലായി തന്നെ അധികാരത്തിന് പുറത്തു നിൽക്കുന്ന പാർട്ടിയെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ പോലും രാഹുൽ ഗാന്ധിക്ക് ഇന്നേ വരെ സാധിച്ചിട്ടില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഫലം, ബീഹാറിലുണ്ടായ തിരഞ്ഞെടുപ്പ് ഫലം പോലും സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.